റോഡ് നിർമ്മാണം നടത്താത്തതിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. തകഴി ജംഗ്ഷൻ മുതൽ വടക്കോട്ട് പടഹാരം വരെയുള്ള 3 കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കുവാനായി 5 മാസം മുൻപ് പൊളിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് മാതാ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. പുനർനിർമ്മിക്കുമ്പോൾ റോഡ് ഉയരുന്നതിനാൽ വൈദ്യുത ലൈനുകൾ മാറ്റിസ്ഥാപിക്കുവാൻ KCB എസ്റ്റിമേറ്റ് തയ്യാറാക്കാത്തതാണ് പുനർനിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത്. KCB എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ റോഡ് പൊളിച്ചതാണ് നാട്ടുകാരെ യാത്രാ ദുരിതത്തിലാക്കിയത്. കരുവാറ്റ കുപ്പപ്പുറം റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് പേരാണ് യാത്ര ചെയ്യുന്നത്. മഴ ശക്തമായതോടെ റോഡാകെ തകർന്നു കിടക്കുകയാണ്. അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP തകഴി ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പൊളിച്ചിട്ടതിനപ്പുറത്തേക്ക് ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനം 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കോൺട്രാക്ടർക്കോ ഉദ്യോഗസ്ഥ വൃന്ദത്തിനോ ഭരണാധികാരികൾക്കോ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ മഴക്കാലത്ത്, ഈ മൺസൂൺ കാലത്ത് കാൽനടയായി പോലും ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ റോഡ് വളരെ ശോചനീയമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJP ജില്ലാ ഉപാധ്യക്ഷൻ PK വാസുദേവൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. എന്നതിനെ കുറിച്ച് സംശയത്തോടു കൂടി നാം നോക്കി കാണുകയാണ്. 3 വർഷക്കാലത്തിന് മുമ്പ് വോട്ട് തേടി ജയിച്ചു പോയ തോമസ് എന്ന് പറയുന്ന ഈ കുട്ടനാടിന്റെ MLA അപൂർവമായി നവമാധ്യമങ്ങളിൽ അദ്ദേഹം ചിലപ്പോൾ വള്ളത്തേലോ ബോട്ടേലൊക്കെ പോകുന്ന ചില ദൃശ്യങ്ങൾ കാണുന്നത് ഒഴിച്ചാൽ ഈ തകഴി പോലെയുള്ള പഞ്ചായത്തുകളിലേക്ക് അദ്ദേഹം കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ ഈ വിരലെണ്ണാവുന്ന ഒരു കയ്യിലെ വിരലിലെണ്ണാവുന്ന തവണ പോലും ഈ തകഴി പഞ്ചായത്തിൽ സന്ദർശിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അത്തരത്തിൽ ജനവിരുദ്ധന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾ ഈ ജനങ്ങൾ ഇത്രയേറെ യാത്രാക്ലേശം നേരിടുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കി ജനങ്ങളെ കൂടുതൽ ദുരിതപൂർണമാകുന്ന ഒരു ജീവിതത്തിലേക്ക് തള്ളിവിടുകയാണ്.